എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആണുങ്ങൾക്ക് എന്തിനായിരിക്കും സ്തനങ്ങൾ? ഇത് പലരും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ വിഷയത്തെക്കുറിച്ചാണ് ഈ വീഡിയോ ഒന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്തത്. മനുഷ്യന്റെ ശരീരഘടന അടിസ്ഥാനപരമായി മിക്ക സസ്തനികളുടേതുപോലെ പെൺ ശരീരത്തിന്റെയാണ്. ഗർഭാവസ്ഥയിൽ ഒരു ജനിതക ആണിന്റെ വൃഷ്ണങ്ങൾ മുളക്കുന്നതോടെയാണ് ഈ ശരീരഘടന മാറി ആണാവുന്നത് എന്ന് പറയാം. വൃഷ്ണങ്ങളിൽ നിന്ന് വരുന്ന ടെസ്റ്റോസ്റ്റിറോൺ ആണ് പ്രധാനമായും കാരണം. അതുകൊണ്ട് തന്നെ ആണുങ്ങളിൽ ചെറു സ്തനങ്ങളുണ്ട്. പെണ്ണുങ്ങളിൽ കൗമാര സമയത്ത് ഈസ്ട്രജൻ എന്ന ഹോർമോൺ മൂലം സ്തനങ്ങൾ വളരുന്നു. ആണുങ്ങളിൽ ഇത് സംഭവിക്കുന്നില്ല എന്ന് മാത്രം. ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ആൺ ഹോർമോണുകളും പെൺ ഹോർമോണുകളും ഉണ്ട്. ഇവ തമ്മിലുള്ള അളവുകളുടെ ബാലൻസ് വ്യത്യസ്തപ്പെട്ടിരിക്കുമെന്ന് മാത്രം. എങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ ബാലൻസ് സ്വല്പം തെറ്റാം. അപ്പോൾ ആണുങ്ങളിലും സ്വല്പം സ്തന വളർച്ച ഉണ്ടാകാം. ജനിച്ച ഉടനെ വലിയൊരു ശതമാനം ആൺകുട്ടികളിൽ സ്തനങ്ങൾ വലുതായി കാണാം. ചിലപ്പോൾ സ്തനങ്ങളിൽ നിന്ന് പാലും വന്നേക്കാം. അമ്മയുടെ ഈസ്ട്രജൻ മൂലമാണ് ഇത്. ഏതാനും ആഴ്ചക്കുള്ളിൽ ഇത് മാറിക്കിട്ടുകയും ചെയ്യും. പല ആൺകുട്ടികൾക്കും ഹോർമോണൽ ഒഴുക്കിന്റെ കാലത്ത് ചില ഈസ്ട്രജൻ ടെസ്റ്റോസ്റ്റിറോൺ അളവ് പിടക്കങ്ങളാൽ സ്തന വളർച്ച കണ്ടേക്കാം. ഞെക്കിയാലോ മുട്ടിയാലോ വേദനയുണ്ടായേക്കാം. സാധാരണഗതിയിൽ മാസങ്ങൾ കൊണ്ടോ 1-2 വർഷങ്ങൾ കൊണ്ടോ സംഭവം ചുരുങ്ങിക്കോളും. ഇത് വളർച്ചയുടെ ഒരു ഭാഗമായി കണ്ടാൽ മതി. വയസ്സാവും തോറും ടെസ്റ്റോസ്റ്റിറോൺ കുറഞ്ഞും വരും. ഒരു 60-65 വയസ്സിന് ശേഷം ലേശം സ്തന വളർച്ച സർവ്വസാധാരണമാണെന്നും പറയാം. ചില മരുന്നുകൾ മൂലവും ആൺ സ്തന വളർച്ച ഉണ്ടാക്കിയേക്കാം. ക്യാൻസറിന്റെ ചികിത്സ, പ്രത്യേകിച്ച് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ, ഇതുപോലെയുള്ള ഒന്നാണ്. ബോഡി ബിൽഡിംഗ് ചെയ്യുമ്പോൾ മസിലുകൾ വളരാൻ നിയമവിരുദ്ധമായി അനാബോളിക് സ്റ്റിറോയിഡുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. ഇതിന്റെ ഫലമായും ഗൈനക്കോമാസ്റ്റിയ എന്ന ആൺ സ്തന വളർച്ച ഉണ്ടാകാം. മസിലിന് പകരം സ്ത്രീകളെ പോലെ സ്തനങ്ങൾ വളർന്നും വരാം. അതുപോലെ ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്ന അസുഖങ്ങൾ, ചില ട്യൂമറുകൾ, കരൾ, വൃക്കരോഗങ്ങൾ, അങ്ങനെ ചില രോഗങ്ങൾ ഈ അവസ്ഥ ഉണ്ടാക്കിയേക്കാം. അതായത് ആൺ സ്തന വളർച്ച പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാമെന്ന്. 2 വശത്തും ഒരുപോലെ വളരാം. ചിലപ്പോൾ ഒരു വശത്തായിരിക്കും വളർച്ച കൂടുതൽ. അതായത് ആൺ സ്തന വളർച്ച മിക്കവരിലും ഒരു അസുഖമേ അല്ല. ചിലർക്ക് അലോസരം ഉണ്ടാക്കുന്ന വിധത്തിൽ അത് വലുതാണ് എന്ന് മാത്രം. കുറച്ച് പാരമ്പര്യവും കണ്ടേക്കാം. ഇങ്ങനെയുള്ളവരിൽ സ്തനദശകൾ മാത്രമല്ല, ചുറ്റിയും കൊഴുപ്പടയുന്ന ശരീരപ്രകൃതിയും കാണാറുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം ഒരു ഫിസിഷ്യനെയോ എൻട്രോക്രിനോളജിസ്റ്റിനെയോ കാണുന്നതാണ് നല്ലത്. സ്ത്രീകളുടെ സ്തനങ്ങളുടെ പ്രാഥമിക ജൈവകർമ്മം മുലയൂട്ടുക എന്നുള്ളത് ആണ്. അപൂർവമല്ലാതെ സ്ട്രൈന രൂപത്തിലുള്ള സ്തനങ്ങൾ പുരുഷന്മാരിലും കാണാവുന്നതാണ്. ഈ അവസ്ഥക്ക് ഗൈനോകൊമാസ്റ്റിയ എന്നാണ് പറയുക. ഈസ്ട്രജൻ ടെസ്റ്റോസ്റ്റിറോൺ അളവുകളിൽ വരുന്ന വ്യതിയാനമാണ് പ്രധാനമായും ഇതിന് കാരണം. കുറഞ്ഞത് 4 പുരുഷന്മാരിൽ ഒരാൾക്കെങ്കിലും ഇങ്ങനെയുള്ള സ്ത്രൈണ രൂപത്തിലുള്ള സ്തനങ്ങളാണ്. പുരുഷന്മാരുടെ സ്തനങ്ങളിൽ നിന്ന് പാൽ ചുരുത്തുകയും കുട്ടികളെ മുലയൂട്ടുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രോലാക്റ്റിൻ എന്ന ഹോർമോൺ രക്തത്തിലെത്തുന്നത് വഴിയാണ് ഇത് സാധ്യമാകുക. ഹൃദയാരോഗ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു മരുന്നായ ഡൈജോക്സിൻ എന്ന ഒരു സൈഡ് എഫക്റ്റ് ഉള്ളതായി ഈ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഭാര്യ പ്രസവത്തിലൂടെ വന്ന സങ്കീർണതയിലൂടെ മരണപ്പെട്ടു പോയതിനു ശേഷം തന്റെ 2 പെൺകുട്ടികൾക്കും സ്വന്തം മാറിൽ നിന്ന് പാലൂട്ടിയ ഒരു ശ്രീലങ്കൻ അച്ഛന്റെ കഥ ഏറെ പ്രസിദ്ധി നേടിയിരുന്നു. ഇത് ഈ സമയത്ത് നമുക്ക് ഓർക്കാവുന്നതാണ്.